സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ശ്രീമദ് ഭാഗവതം സംസ്കൃത ഗ്രന്ഥത്തിലെ മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും മനസ്സിലാക്കി ആ ശ്ലോകങ്ങളെ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നാം നോക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിലെ 5ാമത് ശ്ലോകം ഏതാണെന്ന് നോക്കാം. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിന്നേ ദുർദുന്ദുഭയോ ദിവി. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിന്നേ ദുർദുന്ദുഭയോ ദിവി. അസുരദ്രുഹാം സാധൂനാം, സാധൂനാം അസുരദ്രുഹാം, അസുരദ്രുഹൻ അസുരന്മാരോട് വിരോധികളായ അസുരദ്രുഹാം സാധൂനാം സജ്ജനങ്ങളുടെ, മനാംസി മനസ്സുകൾ ഹൃദയങ്ങൾ, പ്രസന്നാനി ആസൻ പ്രസന്നങ്ങളായി, അജനേ ജന്മരഹിതനായ, തസ്മിൻ ഭഗവാൻ ജായമാനേ ജനിക്കുമ്പോൾ, ജായമാനേ അജനേ തസ്മിൻ ജന്മരഹിതനായ അജനൻ ജന്മരഹിതനായ തസ്മിൻ ഭഗവാൻ ജായമാനെ ജനിക്കുമ്പോൾ, ദിവി ആകാശത്തിൽ, ദുന്ദുഭയഃ നേദുഹു ദുന്ദുഭികൾ നേദു മുഴങ്ങി, പെരുമ്പറവാദ്യങ്ങൾ മുഴങ്ങി. ഭഗവാൻ ജനിക്കാറായ ആ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ശുഭകരമായ മാറ്റങ്ങളെ കുറിച്ചാണ് വേദവ്യാസൻ വർണ്ണിക്കുന്നത്. സജ്ജനങ്ങളെ, ഇതാണ് 5ാമത്തെ ശ്ലോകം. ഈ 5ാമത്തെ ശ്ലോകത്തെ ഭഗവാൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. സാധുക്കളുടെ ഹൃദയാഗ്രങ്ങൾ തെളിഞ്ഞാധിവ്യാധികൾ ഒഴിഞ്ഞത്യാനന്ദന്മാരായി എല്ലാരും. സാധുക്കളുടെ ഹൃദയാഗ്രങ്ങൾ തെളിഞ്ഞാധിവ്യാധികൾ ഒഴിഞ്ഞത്യാനന്ദന്മാരായാരെല്ലാം. മോദമെന്നിയെ കംസാദികളാം ദുഷ്ടന്മാരും ഖേദമുൾക്കലർന്നു മാകിടിനാരതു നേരം. ദേവദുന്ദുഭികളും ആകാശമാർഗത്തിങ്കലാവോളം ആഘോഷിച്ചു തുടങ്ങി താനേ തന്നെ. സാധുക്കളുടെ ഹൃദയാഗ്രങ്ങൾ തെളിഞ്ഞാധിവ്യാധികൾ ഒഴിഞ്ഞത്യാനന്ദന്മാരായാരെല്ലാം. ഇതാണ് 5ാമത്തെ ശ്ലോകത്തിന്റെ ഭാഷാ ആവിഷ്കാരം.